ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിച്ച് അതിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതിലെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം പറയാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് എന്ന് പറഞ്ഞ സമ്പ്രദായം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മ. ഇനി തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. മാർത്താണ്ഡവർമ്മ പതിവ് കണക്ക് ആരംഭിച്ചു. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. സേതുലക്ഷ്മിബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഇനി നമുക്കിതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും സ്വാതി തിരുനാളിനെക്കുറിച്ചും സേതുലക്ഷ്മിബായിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൽ കൂടെ ഡിസ്കസ് ചെയ്തു പോവാം. ഇനി മാർത്താണ്ഡവർമ്മയെ പറ്റിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നോക്കാം. ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതായത് വേണാട് എന്നൊരു ദുർബല നാട്ടുരാജ്യമായിരുന്നു വേണാട്. അപ്പോൾ അതിനെ ആധുനിക തിരുവിതാംകൂർ എന്ന ശക്തമായൊരു രാജ്യമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനപ്പേര് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നായിരുന്നു. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1729 മുതൽ 1758 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. ഇനി കുറേയധികം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ആധുനിക തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് അഥവാ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൻ്റെ അശോകൻ അല്ലെങ്കിൽ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു. നെയ്യാറ്റിൻകരയുടെ പുത്രൻ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1729 മുതൽ 1758 വരെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനപ്പേരായിരുന്നു ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. ഈ കൽക്കുളം എന്ന് പറയുന്നത് കന്യാകുമാരിക്ക് അടുത്താണ്. ഇനി വിശേഷണങ്ങളാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് അഥവാ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിൻ്റെ അശോകൻ അല്ലെങ്കിൽ ആധുനിക അശോകൻ, നെയ്യാറ്റിൻകരയുടെ പുത്രൻ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. ഇനി തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് 2 വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു. വഞ്ചിഭൂപതിമാർ അഥവാ ശ്രീ പത്മനാഭദാസന്മാർ. ഇനി തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക മുദ്രയായിരുന്നു ശംഖ്. ഇനി തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള പ്രദേശമായിരുന്ന നാഞ്ചിനാട്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ നാഞ്ചിനാട് കന്യാകുമാരിക്ക് അടുത്തുള്ള പ്രദേശമായിരുന്നു. മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 ജനിച്ചത്. ഭരണകാലഘട്ടം എന്നായിരുന്നു? 1729 മുതൽ 1758 വരെയായിരുന്നു ഭരണകാലഘട്ടം. ഈ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നത് 1723 വേണാട് ഉടമ്പടിയോടുകൂടിയാണ്. 1723 വേണാട് ഉടമ്പടിയോടുകൂടിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നത്. എന്താണ് വേണാട് ഉടമ്പടി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഇതിൽ ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓം ആയിരുന്നു. ഇനി വേണാടിനു വേണ്ടി അന്ന് ഒപ്പുവെച്ചത് അന്നത്തെ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നായിരുന്നു.
ഇനി 1723 വേണാട് ഉടമ്പടിയോടുകൂടിയാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അലക്സാണ്ടർ ഓം, വേണാടിനു വേണ്ടി അന്ന് മാർത്താണ്ഡവർമ്മയുമാണ് ഒപ്പുവെച്ചത്. നെയ്യാറ്റിൻകരയുടെ ഇളമുറത്തമ്പുരാൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മ ഭരണാധികാരിയായെങ്കിലും അദ്ദേഹത്തിന് അധികാരസ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ സമയത്ത് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് നാടുവാഴികളായിരുന്നു. പിള്ളമാരും മാടമ്പിമാരും എട്ടരയോഗമൊക്കെ അടങ്ങുന്ന ഒരു നാടുവാഴിത്ത ഭരണത്തിന് കീഴിലാണ് അന്ന് തിരുവിതാംകൂർ നിലനിന്നിരുന്നത്. രാജാവിന് വെറും ഒരു നോക്കുകുത്തിയുടെ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ നാടുവാഴികൾ എന്ന് പറയുമ്പോൾ 8 വീട്ടിൽ പിള്ളമാരും എട്ടരയോഗവുമായിരുന്നു. പ്രമുഖ നായർ തറവാടുകളിലുള്ള ജന്മിമാരായിരുന്നു ഈ 8 വീട്ടിൽ പിള്ളമാർ. എട്ടരയോഗം എന്ന് പറയുമ്പോൾ അതിൽ തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു സമിതിയാണ് ഈ എട്ടരയോഗം. അതിൽ 7 പോറ്റി ബ്രാഹ്മണന്മാരും ഒരു നായർ ജന്മിയും പിന്നെ രാജാവും അടങ്ങുന്നതായിരുന്നു എട്ടരയോഗം. ഇതിൽ ഈ രാജാവിന് ഒരു അരസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് എട്ടരയോഗം എന്ന പേര് ഉണ്ടായിരുന്നത്. പിന്നെ ഈ 8 വീട്ടിൽ പിള്ളമാരും ഒക്കെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാനായിട്ട് ഒരു വലിയ പ്ലാവിൻ്റെ പൊത്തിൽ കയറിയെന്ന് രക്ഷപ്പെട്ടത്. ആ പ്ലാവാണ് അമ്മച്ചി പ്ലാവ്. അപ്പോൾ ഈ സ്ഥലത്ത് മാർത്താണ്ഡവർമ്മ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമൊക്കെ നിർമ്മിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എന്നിട്ടും അദ്ദേഹം തോറ്റു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം ഒളിവിലിരുന്നു കൊണ്ട് തന്നെ സൈനികരെയൊക്കെ പുനഃസംഘടിപ്പിച്ച് സൈന്യത്തിൻ്റെ വീര്യം കൂട്ടി. അങ്ങനെ ഈ സൈന്യത്തിൻ്റെ പിൻബലത്തോടു കൂടി 1729 6 വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂറിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്തു. ഇനി മാർത്താണ്ഡവർമ്മയുടെ നയം, അതായത് ഭരണനയം അറിയപ്പെട്ടിരുന്നത് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നായിരുന്നു, നിണവും ഇരുമ്പും നയം. അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ശ്രദ്ധിച്ചത് ഭരണാധികാരി ആയതിനു ശേഷം. അപ്പോൾ നാടുവാഴിത്തം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീരുമാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എതിരാളികളെ നിർബാധം കൊന്നൊടുക്കി. ആ നയമാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി, അല്ലെങ്കിൽ നിണവും ഇരുമ്പും നയം എന്നറിയപ്പെടുന്നത്. 1730 തനിക്കെതിരെ പ്രവർത്തിച്ച മുൻ വേണാട് ഭരണാധികാരികളുടെ മക്കളായ പത്മനാഭൻ തമ്പി, രാമൻ തമ്പി ഇവരെ നാഗർകോവിലിൽ വെച്ച് വധിച്ചു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് തിരുവിതാംകൂറിൽ നിലവിൽ വന്ന ആദ്യത്തെ രാജാവാണ് ഇദ്ദേഹം, മാർത്താണ്ഡവർമ്മ. പിന്നെ എട്ടരയോഗത്തിൻ്റെ കാര്യക്കാരായിരുന്ന 7 പോറ്റി ബ്രാഹ്മണരെയും അദ്ദേഹം നാടുകടത്തി. പിന്നെ 8 വീട്ടിൽ പിള്ളമാരെ എല്ലാവരെയും തമിഴ്നാട്ടിലെ മേക്കാ മണ്ഡപത്തിൽ വെച്ച് തൂക്കിലേറ്റി. പിന്നീട് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അപ്പോൾ അതിനായിട്ട് 1730 തിരുവിതാംകൂറിൻ്റെ സാമന്ത രാജ്യമായിരുന്ന ആറ്റിങ്ങൽ റാണിമാരായിരുന്നു അവിടെ ഭരണം കൈയാളിയിരുന്നത്. അപ്പോൾ ഈ ആറ്റിങ്ങൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കൊല്ലം അല്ലെങ്കിൽ ദേശിംഗനാട് സ്വരൂപമാണ് കൈയടക്കിയത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മാതുലനായ ഉണ്ണികേരളവർമ്മയായിരുന്നു ദേശിംഗനാട് ഭരിച്ചിരുന്നത്. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ ദിവാനായിരുന്ന അറുമുഖൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് ഏറ്റുനിൽക്കാനായിട്ട് ഈ ദേശിംഗനാടിന് കഴിഞ്ഞില്ല. മാർത്താണ്ഡവർമ്മയ്ക്ക് 3 ദളവമാരാണ് ഉണ്ടായിരുന്നത്. 1 അറുമുഖം പിള്ള, 2 താണുപിള്ള, 3 രാമയ്യൻ ദളവ. ഇതിൽ ഏറ്റവും പ്രശസ്തനായ ദളവയായിരുന്നു രാമയ്യൻ ദളവ. രാമയ്യൻ ദളവയുടെ പിന്തുണയോടെയാണ് ഇദ്ദേഹം രാജ്യവിസ്തൃതി ഇത്രത്തോളം വ്യാപിപ്പിച്ചത്. കൊല്ലം കീഴടക്കിയതിന് ശേഷം 1741 ഇളയിടത്ത് സ്വരൂപം കീഴടക്കി. അപ്പോൾ ഇളയിടത്ത് സ്വരൂപത്തെ ഡച്ചുകാർ പിന്തുണച്ചിരുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ ശ്രദ്ധ ഡച്ചുകാരുടെ അടുത്തേക്കും തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഡച്ചുകാരുടെ കോട്ടകൾ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളം ആക്രമിക്കാനായിട്ട് പദ്ധതിയിട്ടു. ഇതാണ് ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം. കന്യാകുമാരിക്കടുത്താണ് ഈ കുളച്ചൽ എന്ന സ്ഥലം. അപ്പോൾ അവിടെ വെച്ചിട്ട് 1741 ഓഗസ്റ്റ് 10 ഡച്ച് സൈന്യവും മാർത്താണ്ഡവർമ്മയും ഏറ്റുമുട്ടിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇതിൽ മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. അങ്ങനെ ഒരു പാശ്ചാത്യ ശക്തിക്കെതിരെ ഒരു ഇന്ത്യൻ രാജാവ് നേടിയ ആദ്യത്തെ വിജയമായിരുന്നു ഇത്. ഡച്ച് സൈന്യം പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രധാനികളെല്ലാം പിടിയിലാവുകയും
അങ്ങനെ ഡച്ച് നാവിക മേധാവിയായ ഡിലനോയ് തടവിലായി. ഇദ്ദേഹം പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യതലവനായും പരിശീലകനായും ഒക്കെ പ്രവർത്തിച്ചു. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നു. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മ ആയിരുന്നു. പക്ഷെ അത് പുതുക്കി പണിതത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1742 മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തു. അതിനുശേഷം തൻ്റെ സൈന്യത്തെ 3 വിഭാഗങ്ങളായി വിഭജിച്ച് അദ്ദേഹം ആക്രമണം നടത്തിയത് കായംകുളം രാജാവിനെതിരെയായിരുന്നു. അപ്പോൾ അതിൽ രാമവർമ്മ, രാമയ്യൻ ദളവ, ഡിലനോയ് ഇവരെയായിരുന്നു ഓരോ വിഭാഗത്തിൻ്റെയും മേധാവിയായിട്ട് നിയമിച്ചിരുന്നത്. അങ്ങനെ കായംകുളം രാജാവ് തോൽവി ഉറപ്പായപ്പോൾ മാർത്താണ്ഡവർമ്മയുമായിട്ട് സന്ധി ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഒപ്പുവെക്കപ്പെട്ടാണ് 1742 മാന്നാർ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവിന് പല പ്രദേശങ്ങളും തിരുവിതാംകൂറിന് കൈമാറേണ്ടി വന്നു. പക്ഷേ ഈ സന്ധി ഒപ്പുവെച്ചെങ്കിലും കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ 1746 രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ കായംകുളം പിടിച്ചെടുത്തു. കായംകുളം രാജാവ് ഈ സ്വത്തെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നാടുവിട്ടു. കായംകുളത്ത് മാർത്താണ്ഡവർമ്മ പണികഴിപ്പിച്ച കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഇവിടെയാണ് ലോകപ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം എന്ന ചുവർച്ചിത്രം കാണുന്നത്. 1746 പിന്നെ പുറക്കാട് യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിൽ ചെമ്പകശ്ശേരി പിടിച്ചെടുത്തു. 1749 തെക്കുംകൂർ, 1950 വടക്കുംകൂർ, പിന്നെ 1750 മീനച്ചിലും കീഴടക്കി. അങ്ങനെ തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ വലിയൊരു ശക്തിയായി വളർന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അത് 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്നത്. കൊല്ലവർഷം 925 മകരം 5. എന്താണ് തൃപ്പടിദാനം? ശ്രീ പത്മനാഭദാസനായ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും രാജ്യാധികാരവും ശ്രീ പത്മനാഭസ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ദാസനായി ഭരണം തുടർന്ന ചടങ്ങാണ് തൃപ്പടിദാനം. ഇനി ഈ തൃപ്പടിദാനത്തെ അടിസ്ഥാനപ്പെടുത്തി തൃപ്പടിദാനം എന്നൊരു നോവൽ രചിച്ചിരുന്നു. ഉമാമഹേശ്വരിയാണ് അത് രചിച്ചത്. പിന്നീട് അതിനുശേഷം നടന്ന ഒരു സുപ്രധാന സംഭവമായിരുന്നു മാവേലിക്കര ഉടമ്പടി. 1753 നടന്ന മാവേലിക്കര ഉടമ്പടി. കേരളത്തിലെ ഡച്ച് പതനം പൂർണ്ണമായും ഉറപ്പാക്കിയ ഉടമ്പടിയാണ് ഈ മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ഈ ഉടമ്പടി നടത്തിയത്. 1753 ഓഗസ്റ്റ് 15 ഈ മാവേലിക്കര ഉടമ്പടിയിൽ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഒപ്പിട്ടത്. അപ്പോൾ ഈ ഉടമ്പടിയിലൂടെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടില്ലെന്നും കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് കൊടുക്കാമെന്നും ഡച്ചുകാർ ഉറപ്പ് കൊടുത്തു. പിന്നീട് കൊച്ചി നാട്ടുരാജ്യത്തിന് കീഴിലായിരുന്ന കരപ്പുറം തിരുവിതാംകൂർ കീഴടക്കി. ഇത് 1754 ആദ്യം ആനന്ദേശ്വരത്ത് വെച്ചിട്ടും പിന്നീട് അമ്പലപ്പുഴയിൽ വെച്ചിട്ടുമായിരുന്നു ഈ സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത്. ഇതാണ് 1754 ആനന്ദേശ്വരം അല്ലെങ്കിൽ അമ്പലപ്പുഴ യുദ്ധം എന്നറിയപ്പെടുന്നത്. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കേന്ദ്രീകരണ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ജനങ്ങൾ സുരക്ഷിതരായിരുന്നു. പിന്നെ ഇന്നത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ ഒരു ഏകദേശ രൂപം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. വില്ലേജുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളായിരുന്നു ഇതിൻ്റെ അടിസ്ഥാന ഘടകം. ഇവ അന്നറിയപ്പെട്ടിരുന്നത് പകുതികൾ എന്നായിരുന്നു. അപ്പോൾ ഇതിൽ ഭരണം നടത്തിയിരുന്നത് പർവത്തിക്കാർ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഭൂമിയുടെ കരം പിരിക്കുന്നതും പാട്ട നിശ്ചയിക്കുന്നതും ഒക്കെ ഈ പർവത്തിക്കാരായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കുറ്റങ്ങളൊക്കെ വിചാരണ നടത്തി ശിക്ഷ കൽപ്പിക്കാനുള്ള അധികാരമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. പിന്നെ പല വില്ലേജുകൾ ചേർന്നുള്ള താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു. മണ്ഡപത്തും വാതുക്കൽ. അപ്പോൾ ഇതിന് തഹസീൽദാർമാർക്ക് തുല്യരായ കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥ വൃന്ദമായിരുന്നു ഇത് ഭരിച്ചിരുന്നത്. അക്കാലത്ത് 15 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചിരുന്നു. പിന്നെ ഭൂമി അളന്നു തിരിച്ച് പാട്ടം നിശ്ചയിച്ചിരുന്നു. അപ്പം ഇങ്ങനെ അളന്നു തിരിക്കാനായിട്ട് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഒരു ഭൂസർവേയാണ് കണ്ടെഴുത്ത്. കണ്ടെഴുത്ത് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഒരു ഭൂസർവേയാണ്. ഇപ്രകാരം രാജ്യത്തെ ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക ഇങ്ങനെ തരംതിരിച്ചിരുന്നു. ഇങ്ങനെ തരംതിരിച്ച മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ ധനമന്ത്രിയായിരുന്നു മല്ലയ്യൻ ശങ്കരൻ. ഇങ്ങനെ തരംതിരിച്ചപ്പോൾ ഇരിപ്പൂ നിലങ്ങൾക്ക് ഒരുപ്പൂ നിലങ്ങളേക്കാൾ പാട്ടം കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 2 തവണ വിളവെടുക്കുന്ന നിലങ്ങളാണ് ഇരിപ്പൂ നിലങ്ങൾ. ഒരുപ്പൂ നിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഇരിപ്പൂ നിലങ്ങൾക്ക് ഒരുപ്പൂ നിലങ്ങളേക്കാൾ നികുതി കൂടുതലാക്കിയിരുന്നു. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ബജറ്റാണ് പതിവ് കണക്ക്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ബജറ്റിനെയാണ് പതിവ് കണക്ക് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിൻ പ്രകാരം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തുക നീക്കി വെച്ചിരുന്നു. അതായത് പെൻഷൻ, സേനാകാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു തുക നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രതിരോധ ബജറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ എന്നാണ്. അക്കാലത്ത് രാജ്യത്തെ പ്രധാന വരുമാനം കുരുമുളകിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ചുങ്കം കൃത്യമായിട്ട് പിരിച്ചെടുക്കാനും കള്ളക്കടത്തൊക്കെ തടയുന്നതിനുമായിട്ട് രാജ്യത്തുടനീളം ചൗക്കകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അന്നത്തെ പോസ്റ്റൽ സർവീസ് അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ സംവിധാനം എന്നായിരുന്നു. പോസ്റ്റ്മാൻമാർ അറിയപ്പെട്ടിരുന്നത് അഞ്ചലോട്ടക്കാരെന്നുമാണ്. കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ സംഭരിക്കുന്നതിനായി പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈ സംഭരണശാലകളോടനുബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വ്യാപാരശാലകളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി കോട്ടകൾ നിർമ്മിച്ചു. കന്യാകുമാരിയിലെ വട്ടക്കോട്ട, അതുപോലെ ഉദയഗിരിക്കോട്ട പുനർനിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട പണി കഴിപ്പിച്ചത് വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മയാണ്. അത് പുനർനിർമ്മിച്ചതാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വീരരവിവർമ്മ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നാണ് മരിച്ചത്. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ചത് രാജാവാണ് വീരരവിവർമ്മ. രാജ്യത്ത് കുറേയേറെ പുതിയ പാതകൾ അദ്ദേഹം നിർമ്മിച്ചു. യാത്രികർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ പാതയോരത്ത് ഊട്ടുപുരകളും സത്രങ്ങളും വഴിവിളക്കുകളും സ്ഥാപിച്ചു. ഏതു സമയത്തും ഭയലേശമന്യേ ആ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിനായിട്ട് ഇടവിട്ടുള്ള സൈനിക താവളങ്ങളും റോഡുകളിൽ സ്ഥാപിച്ചിരുന്നു. പിന്നെ വർക്കല മുതൽ കൊച്ചി വരെ ഉൾനാടൻ ജലഗതാഗതം വികസിപ്പിച്ചു. ഇത് വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി. കാർഷിക മേഖലയുടെ വികസനത്തിനായി ധാരാളം ജലസേചന പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. അങ്ങനെ നിർമ്മിച്ചതാണ് പൊന്മന അണ, പുത്തൻ അണ. ഇന്നും ഉപയോഗത്തിലിരിക്കുന്ന അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തൻ അണയും. പത്മനാഭപുരത്ത് ശുദ്ധജല വിതരണത്തിനും കൽക്കുളത്ത് ജലസേചനത്തിനുമായിട്ട് ഇന്നും ഉപയോഗിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1731-33 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഇന്ന് കാണുന്ന 7 നിലകളിലെ ആദ്യത്തെ 5 നിലകളും പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതുപോലെ തന്നെ 12,000 സാലഗ്രാമങ്ങൾ കൊണ്ടുവന്ന് പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പുനർനിർമ്മിച്ചതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം നിർമ്മിച്ചു, സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. അതായത് ഒറ്റ ശിലയിൽ പണി കഴിപ്പിച്ച പ്രസിദ്ധമായ മണ്ഡപമായിരുന്നു. പത്മതീർത്ഥകുളത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു, ശീവേലിപ്പുര നിർമ്മിച്ചു. ഇതെല്ലാം ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടുത്തെ പ്രസിദ്ധമായ പല മ്യൂറൽ പെയിൻറ്റിങ്സും ചുവർ ചിത്രങ്ങളുമെല്ലാം മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ളതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2 ആഘോഷങ്ങളാണ് മുറജപവും ഭദ്രദീപവും. ഇതിൽ മുറജപം നടക്കുന്നത് 6 വർഷം കൂടുമ്പോഴാണ്, ഭദ്രദീപം നടത്തുന്നത് 6 മാസം കൂടുമ്പോഴാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങായിട്ടുള്ള ഹിരണ്യഗർഭം ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൻ്റെ സൈന്യത്തെ ഉടച്ചുവാർത്ത് മികച്ച പരിശീലനം ലഭിച്ച ഒരു സ്ഥിരം സൈന്യത്തെ അദ്ദേഹം ഏർപ്പാടാക്കി. അതായിരുന്നു മറവപ്പട. രാജാവിൻ്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന സൈന്യത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് നായർ ബ്രിഗേഡ്. അപ്പോൾ തിരുവിതാംകൂറിലെ മികച്ച പരിശീലനം ലഭിച്ച സ്ഥിരം സൈന്യം അതായിരുന്നു മറവപ്പട. രാജാവിൻ്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന സൈന്യത്തിലെ പ്രത്യേക വിഭാഗമാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായ കൃഷ്ണശർമ്മ എഴുതിയ കൃതിയാണ് പത്മനാഭചരിതം.
മാർത്താണ്ഡവർമ്മ കേന്ദ്ര കഥാപാത്രമായി നിർമ്മിക്കപ്പെട്ട സംസ്കൃത നാടകമായിരുന്നു ബാലമാർത്താണ്ഡ വിജയം. ദേവരാജസൂരിയാണ് അത് എഴുതിയത്. ബാലമാർത്താണ്ഡ വിജയം, ദേവരാജസൂരി. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര പ്രസിദ്ധമായ നോവൽ എഴുതിയത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ളയാണ്. മലയാളത്തിൽ നിന്ന് ആദ്യമായി സിനിമയാക്കപ്പെട്ട കൃതിയാണ് മാർത്താണ്ഡവർമ്മ. അടുത്തതായി സ്വാതി തിരുനാൾ രാമവർമ്മ. 1813 മുതൽ 1846 വരെയായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം. പ്രസിദ്ധനായ തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ. സംഗീതജ്ഞനായിരുന്നു, കവിയായിരുന്നു. 1829 മുതൽ 1846 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഭരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കിയ പ്രസിദ്ധനായ ഒരു തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ. വിദ്യാഭ്യാസത്തിനും ഭരണപരിഷ്കരണങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം തിരുവിതാംകൂറിലെത്തിയത് സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം 400-ലധികം കൃതികൾ രചിച്ചിരുന്നു. അതിലെ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ് തൂമണി മധുരം, ദേവദേവ ജഗദ്വന്ദന, ഭവയാമി രഘുരാമം. തൂമണി മധുരം, ദേവദേവ ജഗദ്വന്ദന, ഭാവയാമി രഘുരാമം. ഹിന്ദുസ്ഥാനി സംഗീതത്തെയും കർണാടക സംഗീതത്തെയും സംയോജിപ്പിച്ച ആദ്യകാല സംഗീത പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന കുറച്ച് പേരുകളുണ്ട്. തിരുവിതാംകൂറിലെ ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ശക്തൻ തമ്പുരാൻ. അതുപോലെ തന്നെ ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത്. ഈ ശുചീന്ദ്രൻ കൈമുക്ക് കൊണ്ടുവന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ കനേഷുമാരി ആരംഭിച്ചത് 1836 കനേഷുമാരി ആരംഭിച്ചത്. കനേഷുമാരി എന്ന് വെച്ചാൽ സെൻസസ്, അതായത് ജനസംഖ്യാ കണക്കെടുപ്പ്. 1834 അദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് 1834. രാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ചു. പിന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. അപ്പോൾ 1834 ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. എവിടെയാണ്? തിരുവനന്തപുരത്ത്. രാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ചു. ഇതെല്ലാം സ്വാതി തിരുനാളാണ്. 1836 തിരുവിതാംകൂറിൽ കനേഷുമാരി ആരംഭിച്ചു. ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് സ്വാതി തിരുനാളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കാലത്തെ നിർമ്മിതികളായിരുന്നു കുതിരമാളിക, ധർമാശുപത്രികൾ, പബ്ലിക് ലൈബ്രറി, വാനനിരീക്ഷണ കേന്ദ്രം. വാനനിരീക്ഷണ കേന്ദ്രം 1837 നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെൻറ് പ്രസ്, കാഴ്ച ബംഗ്ലാവ്, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കൃഷി വകുപ്പ്, മുൻസിഫ് കോടതികൾ. ഇതെല്ലാം സ്വാതി തിരുനാളിൻ്റെ കാലത്തെ നിർമ്മിതികളായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കാലത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കല്ലൻ സായിപ്പ്. മോഹിനിയാട്ടം പ്രോത്സാഹിപ്പിച്ചത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ നായർ ബ്രിഗേഡ് സേന രൂപീകരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നതാണ് തഞ്ചാവൂർ നാൽവർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത്. നായർ ബ്രിഗേഡ് സേന രൂപീകരിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രധാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി എഴുതിയ പ്രശസ്തമായ താരാട്ടുപാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ. സ്വാതി തിരുനാളിന് വേണ്ടി എഴുതിയതാണ്. ഇനി ഇരയിമ്മൻ തമ്പിയുടെ പ്രധാന കൃതിയായിരുന്നു ഉത്തരാ സ്വയംവരം ആട്ടക്കഥ.
സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളായിരുന്നു ഭക്തമഞ്ജരി, ഉത്സവപ്രബന്ധം, പത്മനാഭശതകം, സ്യാനന്ദപുരവർണ്ണനം. ഭക്തമഞ്ജരി, ഉത്സവപ്രബന്ധം, പത്മനാഭശതകം, സ്യാനന്ദപുരവർണ്ണനം. ഇനി 1839 ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ സ്ഥാപിച്ചതും ഇദ്ദേഹമായിരുന്നു. 1839 ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ. ഇനി സേതുലക്ഷ്മി ബായിയുടെ കാലത്തെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് പറയുന്നത്. പൂരാടം തിരുനാൾ സേതുലക്ഷ്മി ബായി. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതിനാൽ 1924 മുതൽ 1931 വരെ റാണി സേതുലക്ഷ്മി ബായി റീജന്റ് എന്ന നിലയിൽ ഭരണം നടത്തി. എം.ഇ. വാട്ട്സ് ദിവാൻ പദം വഹിച്ചത് ഇക്കാലത്താണ്. എം.ഇ. വാട്ട്സ് 1810 മുതൽ 1814 വരെയുള്ള കാലഘട്ടത്തിൽ റെസിഡന്റ് ദിവാൻ പദവി വഹിച്ച മൺറോയ്ക്ക് ശേഷം തിരുവിതാംകൂർ കണ്ട ഹൈന്ദവേതര ദിവാനാണ് എം.ഇ. വാട്ട്സ്. മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദം വഹിച്ച ആദ്യ അഹിന്ദു എന്ന വിശേഷണം വാട്ട്സിന് സ്വന്തം. മുഴുവൻ സമയവും തിരുവിതാംകൂർ ദിവാൻ പദം വഹിച്ച ആദ്യ അഹിന്ദു ആരാണ്? എം.ഇ. വാട്ട്സ്. കാരണം മൺറോ റെസിഡന്റ് ദിവാൻ എന്ന 2 പദവികൾ വഹിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരുവിതാംകൂർ ദിവാൻ പദം വഹിച്ച ആദ്യ അഹിന്ദു എന്ന് ചോദിച്ചാൽ എം.ഇ. വാട്ട്സ് ആണ്. മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദം വഹിച്ച ആദ്യ അഹിന്ദു എം.ഇ. വാട്ട്സ്. സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് ജനക്ഷേമപരമായ 2 കർമ്മ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. 1925 ഒരു നിയമത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു 1925. മലയോര മേഖലകൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും പുതിയ പാതകൾ നിർമ്മിക്കുക വഴി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി. അങ്ങനെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു. പുരോഗമനപരമായ പല പരിഷ്കാരങ്ങളും റാണി കൊണ്ടുവന്നു. അതുപോലെ തന്നെ തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന കുടിക്കാരി സമ്പ്രദായം അല്ലെങ്കിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതുലക്ഷ്മി ബായിയാണ്. 1925 ഇത് നിർത്തലാക്കിയത്. ദേവസ്വം വകുപ്പിൻ്റെ നിയന്ത്രണങ്ങളിലുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ മൃഗബലി നിരോധിച്ചതും റാണി സേതുലക്ഷ്മി ബായിയാണ്. അത് ചട്ടമ്പി സ്വാമികളുടെ പ്രേരണ മൂലമാണ് ഈ മൃഗബലി നിരോധിക്കാനിടയായത്. 1925 നിലവിൽ വന്നതായിരുന്നു നായർ റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഈ നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കി. ഇതോടെ മാതുലന്മാർക്കും മരുമക്കൾക്കും സ്വത്തിലുണ്ടായിരുന്ന അവകാശം ഇല്ലാതായി. അതുപോലെ തന്നെ ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കി. നായർ റെഗുലേഷനെ തുടർന്ന് അതേ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈഴവ ആക്റ്റും നാഞ്ചിനാട് വെള്ളാള ആക്റ്റും നിലവിൽ വന്നു. തിരുവനന്തപുരത്തെ വിമൻസ് കോളേജ് ഫസ്റ്റ് ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന ബഹുമതി തിരുവനന്തപുരത്തിന് സ്വന്തമായി. 1929 ഈ പദവി തിരുവനന്തപുരത്തിന് സ്വന്തമായത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു ഭരിച്ചിരുന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയായിരുന്നു. ശുചീന്ദ്രം സത്യാഗ്രഹവും റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ് നടന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്ത് മന്നത്ത് പത്മനാഭനും എം.ഇ. നായിഡുവും ഇവരുടെ 2 പേരുടെയും നേതൃത്വത്തിൽ സവർണജാഥകൾ നടത്തിയിരുന്നു. അതായത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്ന സവർണജാഥയും നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെമ്മോറാണ്ടം സമർപ്പിച്ചത് റീജന്റ് സേതുലക്ഷ്മി ബായി റാണിക്കാണ്. അതുപോലെ തന്നെ തിരുവാർപ്പ് സത്യാഗ്രഹം
നടന്നതും സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം കൊണ്ടുവന്നത്. തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം നടപ്പിലാക്കിയത് സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ്. സൗജന്യ ഉച്ചഭക്ഷണം നടപ്പിലാക്കിയതും സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ്. 1925 ഗാന്ധിജി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവാർപ്പ് സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം ഇതെല്ലാം റാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്താണ്. അതിൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോഴായിരുന്നു സേതുലക്ഷ്മിബായി തമ്പുരാട്ടി ഭരണാധികാരിയായിരുന്നത്. സൗജന്യ ഉച്ചഭക്ഷണം നടപ്പിലാക്കി, തിരുവിതാംകൂറിൽ വർത്തമാനപത്ര നിയമം കൊണ്ടുവന്നു. 1925 ഗാന്ധിജി റാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയെ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ 1925 നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ മക്കത്തായം നടപ്പിലാക്കി, ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കി. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന പദവി തിരുവനന്തപുരത്തിന് ലഭിച്ചത് 1929 സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്താണ്.